മലപ്പുറത്ത് സ്കൂളിൽ പരീക്ഷാ ഡ്യൂട്ടിക്കെത്തിയ അധ്യാപകരുടെ വാഹനത്തിന് നേരെ പടക്കമെറിഞ്ഞതായി പരാതി. ചെണ്ടപ്പുറായ ARHSS സ്കൂളിലാണ് സംഭവം. പരീക്ഷാ ഹാളിൽ കോപ്പി അടിക്കാൻ അനുവദിക്കാത്തതിലുള്ള അമർഷത്തിൽ ചില വിദ്യാർത്ഥികളാണ് പടക്കമെറിഞ്ഞതെന്ന് അധ്യാപകർ. വിവരങ്ങൾ മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീം നൽകും. സമീർ, ഗുഡ് ഈവനിംഗ്. കോപ്പി അടിക്കാൻ സമ്മതിക്കാത്തതിലാണ് ഇങ്ങനെ പടക്കമെറിഞ്ഞതെന്നുണ്ടെങ്കിൽ അത് ചില്ലറ കുറുമ്പൊന്നും അല്ലല്ലോ, ഇതിനെ കുറുമ്പെന്ന് പോലും പറയാൻ പറ്റില്ല. പടക്കമെറിഞ്ഞത് വിദ്യാർത്ഥികൾ തന്നെയാണോ സമീർ? വിദ്യാർത്ഥികൾ തന്നെയാണ് പടക്കം അറിഞ്ഞത് എന്നുള്ളതാണ് അധ്യാപകർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെയാണ് ഈ നടക്കുന്നത്. മലപ്പുറം ചെണ്ടപ്രായ ARHSS സ്കൂളിൽ പരീക്ഷാ ഡ്യൂട്ടിക്ക് എത്തിയതായിരുന്നു മറ്റു സ്കൂളിലെ അധ്യാപകർ. അങ്ങനെ പരീക്ഷ കഴിഞ്ഞ് ഈ അധ്യാപകർ മടങ്ങുന്ന സമയത്താണ് സ്കൂളിന്റെ ഗേറ്റിൽ മുൻവശത്ത് വെച്ച് വിദ്യാർത്ഥികൾ ഈ പടക്കം എറിഞ്ഞ് ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ഈ അധ്യാപകർ വ്യക്തമാക്കുന്നത്. ഭാഗ്യം കൊണ്ടാണ് ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതെന്നും അധ്യാപകർ വ്യക്തമാക്കുന്നു. ഈ പരീക്ഷാ ഡ്യൂട്ടിക്കിടെ ഈ കുട്ടികളിൽ നിന്നും കോപ്പി പിടിച്ചതാണ് അല്ലെങ്കിൽ അത്തരമൊരു നടപടി സ്വീകരിച്ചതാണ് ഈ ഒരു അക്രമത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുന്നതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് അധ്യാപകർ വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ പ്രിൻസിപ്പൽക്കും അതോടൊപ്പം തന്നെ അന്വേഷണം ആവശ്യപ്പെട്ട പ്രിൻസിപ്പൽ തിരുവനങ്ങാടി പോലീസിനും പരാതി നൽകിയിരിക്കുകയാണ്. ഇതായാലും വിദ്യാർത്ഥികൾ ഇത്തരത്തിലൊക്കെ തന്നെ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുന്നത് വലിയ ഒരു പ്രശ്നം തന്നെയാണ് എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. ശരി, സമീർ ബിൻ കരീമാണ് വിവരങ്ങളുമായി ചേർന്നത്. കോപ്പി അടിക്കാൻ സമ്മതിച്ചില്ല, അധ്യാപകരുടെ വാഹനത്തിന് നേരെ പടക്കമെറിയ, എന്തൊക്കെയാ നടക്കുന്നത് അല്ലേ? കോപ്പി അടിക്കാൻ എന്തൊരു കാരണം. കോപ്പി അടിക്കാൻ സംബന്ധിച്ച് അല്ല, ചെറുപ്പത്തിലെ ഇങ്ങനെയുള്ള ക്രിമിനൽ വാസനയാണ്, ക്രിമിനലുകളാണ്. അത് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി നടപടി എടുക്കണം. അത് തന്നെയാണോ യാഥാർത്ഥ്യമെന്നും അറിയേണ്ടതുണ്ട്. ഈ കുട്ടികൾ തന്നെയാണോ? ഇനിയിപ്പോ എന്തല്ല എന്നെങ്കിൽ കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട ഒരു കാര്യമല്ല. അങ്ങനെ അധ്യാപകർക്കെതിരെ പടക്കം അറിയുക എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിനിപ്പോ എന്ത് കാര്യമാണെങ്കിൽ പോലും അല്ല, കാരണം എന്നുള്ളതല്ല, ഇനി കുട്ടികൾ തന്നെയാണോ ഇത് എറിഞ്ഞത്, ഇത്തരം കാര്യങ്ങളിൽ ഒരു അന്വേഷണം നടക്കട്ടെ.